ഇന്ദ്രൻ പറഞ്ഞ ശേഖരനത് അനുസരിക്കും. ഇനിയിപ്പോ അതേ ഒരു വഴിയുള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത് മോളെ. ശേഖരൻ ആ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ ഏറ്റവും ധർമ്മസങ്കടത്തിലാവുന്നത് ഇന്ദ്രനായിരിക്കും. അത് നിന്നെയും എന്നെയും ഒക്കെ മാനസികമായിട്ട് ബാധിക്കും. അതിലും നല്ലത് ശേഖരന് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള മറ്റൊരിടം കണ്ടെത്തി കൊടുക്കുന്നതല്ലേ. അച്ഛാ, അത് നമുക്ക് ആദ്യമേ ആകായിരുന്നില്ലേ? ഒരുപക്ഷെ അച്ഛനോ ഞാനോ പറഞ്ഞാലും അദ്ദേഹം ആ വീട്ടിലേക്ക് പോകാതിരിക്കുമായിരുന്നു. അവിടെ അദ്ദേഹം എത്തുകയും ഇത്രയും നാളെ എല്ലാ കഷ്ടപ്പാടുകളും അപമാനവും സഹിച്ച് അവിടെ പിടിച്ചു നിൽക്കുകയും ചെയ്ത ശേഷം ആ പാവത്തിന് മടങ്ങേണ്ടി വരുന്ന ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. എന്തിനു വേണ്ടി വന്നോ അതൊന്നും ആ മനുഷ്യന് നേടാൻ പറ്റിയില്ല. ഭാര്യയുടെ അംഗീകാരം പോട്ടെ, സ്വന്തം മക്കളെങ്കിലും അദ്ദേഹത്തെ ഒന്ന് അച്ഛാന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഇനി അതിനെ ശേഖരന്റെ പരാജയമോ നഷ്ടമായിട്ടൊന്നും കാണണ്ട മോളെ. അവൻ ഭാര്യയുടെയും മക്കളുടെയും അടുത്തെത്തി അവരെ കാണുകയും മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്തല്ലോ. ശേഖരനിനി തിരിച്ചുപോയ നഷ്ടബോധം ഉണ്ടാവാൻ പോകുന്നത് സ്വന്തം അച്ഛനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ ആ മക്കൾക്കും ജീവിത അവസാനം വരെ താങ്ങും തണലുമായി മാറേണ്ടിയിരുന്ന ഭർത്താവിനെ കൈവിട്ട് കളഞ്ഞ സുശീലയ്ക്കുമായിരിക്കും. ഇല്ല ചാ, എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഒന്നും മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. കുറച്ചെങ്കിലും ആ മനുഷ്യനോട് ദയുള്ളത് ഇന്ദ്രേട്ടന് മാത്രമാ. എന്നാലും അമ്മയുടെ വാശിക്ക് മുന്നില് ഇന്ദ്രേട്ടന് വഴങ്ങേണ്ടി വന്നില്ല. മോളെ, വാശിയും വൈരാഗ്യമൊന്നും എല്ലാ കാലവും അംഗീകരിക്കപ്പെടില്ല. അത് വെച്ച് പുലർത്തുന്ന വ്യക്തികൾ പോലും ഒരു നാൾ ഒറ്റപ്പെടും. എന്നെന്നും നിലനിൽക്കുന്നത് സ്വാർത്ഥതയില്ലാത്ത സ്നേഹം മാത്രമായിരിക്കും. ഒന്നു മോൾ ഓർത്തു വച്ചോ, ശേഖരൻ എവിടെ പോയാലും എന്നെങ്കിലും ഒരു നാൾ അവന്റെ മക്കൾ അവനെ തേടി ചെല്ലും. എന്നാൽ സുശീല തന്റെ മക്കളെ എത്ര കണ്ട് ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ ആ കൈകൾ തട്ടിമാറ്റി അവരെല്ലാം പോവുകയും ചെയ്യും. ചിലപ്പോ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു വരുമ്പോ അച്ഛനെ ഈ ലോകത്തുണ്ടായെന്ന് വരില്ല. പക്ഷേ മോളുണ്ടാവും. മോൾക്കത് കാണാം. അച്ഛാ, അത് മോള് സമാധാനമായിട്ട് പോയി കിടക്ക്. അച്ഛനൊന്ന് ഉറങ്ങട്ടെ. ചെന്ന് കിടക്ക്. ശരി മോള്. അച്ഛാ, അച്ഛനിരിക്കും. ശേഖരനെ അനുപമ വിളിച്ചത് കേട്ടല്ലോ. അച്ഛനെന്നാ വിളിച്ചത്.
മോനെ ഇന്ദിര, അച്ഛൻ തിരിച്ചു വരുന്നതുവരെ അമ്മയും നിന്റെ കൂടപ്പിറപ്പുകളെ നീ നോക്കണം. നോക്കില്ലേടാ? നോക്കാം. നീ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം. ശേഖരൻ പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു വന്നിരിക്കും.